നമ്മോടിപ്പോൾ ഉള്ളത് ആദിത്യന്റെ ഭാര്യയായ രോണുവാണ്. രോണു, നമസ്കാരം. എണ്ണി കണക്ക് പറയും. ഒരുപക്ഷെ ഇന്ന് ആദിത്യം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും ജീവിതം? ഞങ്ങൾ പുതിയ വീട്ടിലൊക്കെ വെച്ച് താമസിച്ച് അടിച്ചു വിളിച്ച് എന്ന് വെച്ചാൽ ആദ്യത്തിന് ഒരിക്കലും ഒരു ദുഷ്ടനോ വൃത്തികെട്ടവനോ ഒന്നുമല്ല. നല്ല മനുഷ്യനായിരുന്നു. നല്ല മനുഷ്യൻ, നല്ല സ്നേഹമുള്ള ഭർത്താവ്, സ്നേഹമുള്ള അച്ഛൻ, സ്നേഹമുള്ള മകൻ. പക്ഷെ മരിക്കുന്നതിന്റെ വർഷം ഇങ്ങോട്ട് എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, അതൊരു ഓർമ്മയായി. ഇന്നെങ്ങനെയാണ് ജീവിത വരുമാനങ്ങൾ? മരണസമയത്ത് ഒരുപാട് ആൾക്കാർ ഒന്ന് കരച്ചിലായിരുന്നല്ലോ. കരയും, എല്ലാവരും കരയും. മരിക്കുന്നതിന് ഡെഡ് ബോഡി കിടക്കും ഹോസ്പിറ്റലിൽ എന്നിട്ട് TTS സജീവ് എന്ന് പറഞ്ഞല്ലോ. മറ്റുള്ളവരുടെ പേരൊക്കെ വന്നില്ല, ഇനി എങ്ങനെ പോകുന്നു എനിക്കൊരു പിടിയില്ല. അല്ലെങ്കിൽ ഞാൻ ഭയക്കുന്നില്ല, പേടിയില്ല. ഞാൻ അത് പറഞ്ഞു, ഇനി എന്റെ കുഞ്ഞുങ്ങൾക്കോ എന്റെ വീട്ടുകാർക്കോ ഒന്നും അത് എഫക്ട് ചെയ്തിരുന്നത് മതി. എന്നെ പറയുന്നത് എനിക്ക് ഒരു പ്രശ്നമില്ല. ഇത് ഞാൻ നടന്ന സംഭവം എനിക്കേ പറയാൻ പറ്റൂ. നമ്മോടിപ്പോൾ ഉള്ളത് ആദിത്യന്റെ ഭാര്യയായ രോണുവാണ്. രോണു, നമസ്കാരം. നമസ്കാരം. ഒരു സംവിധായകന്റെ ഭാര്യയ്ക്കുള്ള സ്വർണം ഈ പണയം വെക്കേണ്ട ആവശ്യം എന്തായിരുന്നു? വീടിന് വേണ്ടി വെച്ചു. വീടിന് വേണ്ടി വെച്ചു. കാരണം ലോൺ നമ്മൾ ഈ ഡൗൺ പേയ്മെന്റ് അടയ്ക്കണമല്ലോ ആദ്യമേ. അത് കുറച്ച് എമൗണ്ട് കിട്ടിയുള്ളൂ. ബാങ്കിൽ നിന്ന് തരുന്ന ഡൗൺ പേയ്മെന്റ് ബാങ്കിൽ നിന്ന് കുറച്ച് എമൗണ്ട് തരുന്നത് നമ്മളെ കണക്കൂട്ടിൽ നിന്ന് മാറി. അങ്ങനെ കുറച്ച് ഒരു വീട് പണിക്ക് വേണ്ടി വെച്ചതാണ് മൊത്തം സ്വർണവും. ലാസ്റ്റ് ഇരുന്ന സ്വർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ വെക്കാത്തതെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ഒരു ബ്രേസ്ലെറ്റ്, ചേട്ടന്റെ മാല, ഏലസ്, മോതിരം, ഇത് മൂന്നുമാണ് ലാസ്റ്റ് വെക്കാതിരുന്നത്. അതൊരു ഓർമ്മയ്ക്കായി സൂക്ഷിക്കുവാണോ? ഇല്ല, അതെനിക്ക് ഇപ്പൊ കടങ്ങൾ വരുമ്പോഴത്തേക്കും. രണ്ട് മക്കളെ നോക്കണമല്ലോ, വേറെ ആരും തിരിഞ്ഞു നോക്കാനില്ല. വാടക ഉണ്ട്, വാടക കൊടുക്കണം. ഇപ്പോഴും വാടക വീട്ടിലാ? വീടില്ല എനിക്ക് സ്വന്തമായിട്ട്. കാറ്ററിംഗ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു വീട് ഞാൻ എടുത്തതാണ്. അതിന് വാടക കൊടുക്കണം. പക്ഷെ അത് 10,000 രൂപയാണ് അതിന്റെ വാടക. അപ്പൊ ചോദിക്കുക, എന്തിനാണ് എനിക്ക് മക്കൾക്കും താമസിക്കാൻ 10,000 രൂപയുടെ വാടക? അതും ചോദിച്ചിട്ടുള്ളവരുണ്ട്. അവള് വേണമെങ്കിൽ കൊല്ലത്ത് നിന്നോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ മക്കൾ ഇവിടെ പഠിക്കുന്നത്. വർക്ക് നടക്കുന്ന സമയത്ത് എനിക്ക് ഈ ഫർണിച്ചറും കാര്യങ്ങളും എനിക്ക് കളയേണ്ട കാര്യം വന്നില്ല. ഇനി ഞാനൊരു ചെറിയ വീടെടുത്ത ഈ ഫർണിച്ചർ മൊത്തം കളയേണ്ടി വരും. എന്തുപോലെ മനുഷ്യൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് ഓരോ സാധനവും അവിടെ. എന്റെ കാശ് കൊടുത്തൊന്നും വാങ്ങിച്ചിട്ടില്ല. ഒരു ചെറിയ വീട്ടിലേക്ക് പോയി ഈ ഫർണിച്ചർ കളയേണ്ടി വരും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് അതിനകത്തോട്ട് എന്താ പറയാ, അവര് ഒരു രീതിയുണ്ട്, പെട്ടെന്ന് അവരെ മാറ്റാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നായിരിക്കാം അഹങ്കാരമല്ല. പിന്നെ മക്കൾ ഇവിടെ പഠിക്കുകയാണ്. അവർക്ക് വീട് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞാൽ സ്കൂൾ ഫ്രണ്ട്സ്, ട്യൂഷൻ ഫ്രണ്ട്സ്, ഇതാണ് അവരുടെ ലോകം. ഒരു ഡെലിവറി ഗേളായിട്ട് ഇറങ്ങാൻ വന്നൊരു സാഹചര്യം എന്തായിരുന്നു രോണു? ഞാൻ പറഞ്ഞില്ലേ, ഒരു കാറ്ററിംഗ് തുടങ്ങി കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നു. അവിടെയും പാര വെക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ അന്നത്തിൽ ഇന്നേ വരെ മക്കൾ സത്യം അന്നത്തിൽ ഒരു കുഴപ്പവും ഞാൻ വരുത്തിയിട്ടില്ല. ആഹാരത്തിന്റെ കാര്യത്തിൽ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലല്ലോ, അതെ, നമുക്കും കഴിക്കണ്ടല്ലേ. ഞാൻ ചെയ്യാതിരുന്ന് എനിക്ക് ലൊക്കേഷനിൽ ഫുഡ് കൊടുത്തപ്പോ ആർട്ടിസ്റ്റ് ഒക്കെ വിളിച്ചു, ജയൻ വരെ വിളിച്ചു. നമ്മള് നല്ല ഫുഡ് ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാനെല്ലാം ഉണ്ടാക്കുന്നെങ്കിലും ഞാൻ ആ രീതിയിൽ തന്നെ, കാരണം പ്രൊഡക്ഷൻ ഫുഡ് ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഞാൻ. അതിന് സാമ്പാറിന് വെള്ളം കൂടി എനിക്കറിയാം. അപ്പൊ അതേ കണക്ക് ഞാൻ കൊടുത്തിട്ടില്ല. ഒന്ന് ക്ലച്ചായി വന്നപ്പോഴത്തേക്കും ഇതിന്റെ പുറകെ കമ്മീഷൻ മേടിക്കുന്നവരുണ്ട്. കമ്മീഷൻ വാങ്ങിച്ച് മോശം ഫുഡ് മേടിച്ച് കൊടുക്കുന്നവരുണ്ട്. അവരെനിക്കിട്ട് പാര വെച്ച് തുടങ്ങി. നല്ല ഫുഡിനെ മോശം ഫുഡ് ചിത്രീകരിച്ചു. ആ രീതിയിൽ അതെനിക്ക് എങ്ങനെ വന്ന് അത് തടസ്സമായി. അതൊരു നടത്തിക്കൊണ്ടിരുന്ന ഒരു കാറ്ററിംഗ് കമ്പനി ആയിരുന്നു. 5 സീരിയൽ വർക്ക് കൊണ്ടിരുന്ന ഒരു കാറ്ററിംഗ് കമ്പനി ആയിരുന്നു. ആ പുള്ളിയുടെ ഞാൻ വാങ്ങിച്ചു. മറ്റേ ആനന്ദേട്ടൻ, ആനന്ദ് കൃഷ്ണ ആർട്ടിസ്റ്റ് അന്തേട്ടൻ മുഖേന ആ പുള്ളിയെ പരിചയപ്പെട്ടു. പുള്ളി അന്ന് എൻ്റെ അടുത്ത് ഇത് എഴുതി വാങ്ങിച്ചു ഫുൾ സെറ്റ് തന്നു. എനിക്ക് ഒരു വീട് വാടക ഉൾപ്പെടെ വർക്കും തന്നു. ആ വർക്കിൽ ഞാൻ ഡെയിലി കൊണ്ടു കൊടുക്കണം. 3 നേരം ഞാൻ ഈ പൂജപ്പുര ടു ദൂരം അറിയാം, നരുവാമൂട്, ബാലരാമപുരം എന്ന സ്ഥലമുണ്ട്. അത് നല്ല കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഞാൻ രാവിലെ 6 മണിക്ക് പോയിട്ട് തിരിച്ചു വരണം, പിന്നെ ഉച്ചയ്ക്ക് പോകണം. ഇതെല്ലാം ഞാൻ ഓടിനകത്ത് പോവാ. അപ്പൊ എനിക്ക് ഈ പറയുന്ന കണക്ക് അതിൽ നിന്നും കഴിഞ്ഞു പോവാന്നുള്ളതേ പറ്റുള്ളൂ. ഈ ചില കാര്യങ്ങൾ കാലഘട്ടം തെളിയിക്കുമെന്ന് പറയുന്നത് സത്യമാണ്, വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. എണ്ണി കണക്ക് പറയും. ആരോടും എന്താ പറയാ, ഇല്ല, ഇപ്പൊ ഇല്ല. മനസ്സിലുള്ള ഉണ്ട്, നല്ല എരിച്ചിലുണ്ട്, സത്യമായിട്ടുണ്ട്. പക്ഷെ ഞാൻ കേട്ടൊരു കാര്യം,
രോണുവിന് ഭയങ്കര ശത്രുക്കളാണെന്നാണല്ലോ. ഞാനായിട്ട് ആരെയും ശത്രുവാക്കിയിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് ആദിത്യം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉം. എന്തായിരിക്കും ജീവിതം? ഇനി ഞങ്ങൾ പുതിയ വീട്ടിലൊക്കെ വെച്ച് താമസിച്ച് അടിച്ച് വിളിച്ച് ചിലപ്പോൾ മേ ബി ഒരു പുതിയ ജീവിതത്തിലേക്ക് ഒന്നുകൂടെ കൽവെക്കുമല്ലേ. അപ്പൊ പിന്നെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഹാപ്പി ആയിട്ട് പോയേനെ. അങ്ങനെ തോന്നുന്നു. ചേട്ടൻ അത് ഭയങ്കര സ്വപ്നമായിരുന്നു. അദ്ദേഹത്തിന്റെ ചോര തന്നെയാണ്, കഷ്ടപ്പെട്ട പൈസ തന്നെയാണ് പകുതിയും. എനിക്കത് പൂർത്തീകരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത് എന്തെങ്കിലും ഞാൻ എങ്ങനെയൊക്കെ നടത്തിയെടുക്കും. അതും രോണു പറഞ്ഞൊരു വാക്കുകൾ ഇപ്പൊ എന്റെ മനസ്സിൽ സ്പർശിക്കുന്നത്, ജനങ്ങൾക്കും എനിക്കും ആദിത്യനെ അറിയത്തുള്ളൂ സംവിധായകൻ, അല്ലെങ്കിൽ കൈതൊട്ട് പൊന്നാക്കിയ ഇറ്റ് സീരിയലുകളുടെ ഡയറക്ടറിനെ അറിയത്തുള്ളൂ ഞങ്ങൾക്ക്. തീർച്ചയായിട്ടും അതല്ലാത്തൊരു മനുഷ്യനുണ്ടായിരുന്നു എനിക്ക് ഭർത്താവല്ലേ. അതെ, അത് തന്നെയാണ് എന്റെ സത്യം. അത് ഈ പറയുന്ന ആർക്കും അറിയത്തില്ല. മേ ബി എന്റെ മക്കൾക്കറിയായിരിക്കും. ഒരു പക്ഷേ അച്ഛൻ ലൊക്കേഷൻ വഴക്കൊക്കെ കഴിഞ്ഞാലും, എന്റെ വീട്ടിൽ വെച്ച് വഴക്ക് കൂടി കഴിഞ്ഞാലും അമ്മയൊക്കെ വഴക്ക് പേടിക്കും. ഒരു വഴക്കാവോ പ്രശ്നമാവോ എന്നൊക്കെ. പിറ്റേ ദിവസം ഞങ്ങൾ കൂളായിട്ട് ഫ്രണ്ട്സ് പോലെ ഇറങ്ങി വരുന്ന റൂമിൽ നിന്ന്. എത്ര വഴക്കുണ്ടായിട്ടും, വഴക്കെന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അടിയും വഴക്കും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. വഴക്ക് വരുമ്പോ അത് വഴക്കാ. രോണു, ഈ ജീവിത അനുഭവങ്ങൾ കൊണ്ട് ഇന്നും പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഭാര്യ ഭർത്താവുമായിട്ട് നടക്കുന്നുണ്ട്. ഈ അനുഭവം വെച്ച് എന്താ അവരോട് പറയാനുള്ളത്? മൂന്നാമതൊരാളെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇൻക്ലൂഡ് ആക്കില്ലെന്നാണോ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. മൂന്നാമതൊരാളിനകത്ത് കൊണ്ടുവരാതിരിക്കുക. ഇതിനകത്ത് കൂടുതൽ ഞങ്ങൾ ഈ ഒരു വിഷയം വന്നപ്പം ഇടപെടാൻ ആൾക്കാരുണ്ട്. എന്തിന് ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ വരികയാണ്. കാരണം ഇവർക്കൊക്കെ സത്യം അറിയാം. പക്ഷെ നിലനിൽപ്പിന് ആദിത്യനെ കൂട്ടുപിടിച്ചേ സാധിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും കൂടെ നിൽക്കുന്നത്. കാരണം അത് ആദിത്യനോടുള്ള സ്നേഹം, ആ സംവിധായകനോടുള്ള സ്നേഹം. പരിഹരിക്കാൻ ആരും കൂടെ നിന്നിട്ടില്ല. ഇല്ല, എന്റെ അടുത്ത് പരിഹാരത്തിന് ആരും വന്നില്ല. ഒന്ന് പിണക്കം മാറ്റുന്ന എന്റെ വീട്ടുകാരെങ്കിലേ ഉള്ളൂ. വീട്ടുകാർ വന്നിട്ടുണ്ട്. എന്റെ അടുത്ത 2-3 ഫ്രണ്ട്സ്. അത് എന്റെ സ്റ്റാറ്റസ് കണ്ടപ്പോഴാണ് ഇവർ ചോദിക്കുന്നത് എന്താ കാര്യമെന്ന്. അത് ഞാൻ പറയത്തില്ല. പിന്നെ എനിക്ക് അങ്ങനെ, അതായത് +1 തൊട്ട് ഇപ്പൊ ഈ ഡിഗ്രി വരെ, ഇന്നലെ വരെ സംസാരിച്ച ആ ഫ്രണ്ട്സ് മാത്രമാണ്. വേറെ ഫ്രണ്ട്സ് ഇല്ലാന്നല്ല. പക്ഷെ ഇത്രയും വലുതായിട്ട് പറയണ്ട. ആ സമയത്ത് ഞാൻ പറഞ്ഞു. ആ സമയത്ത് ഇവർക്ക് കാര്യങ്ങളെല്ലാം അറിയാം. ചേട്ടന്റെ കൂടെ നിന്ന് ചേട്ടന്റെ വിഷമം കേൾക്കാൻ ആൾക്കാരുണ്ട്. അപ്പൊ ചേട്ടൻ സത്യം പറഞ്ഞോ കള്ളം പറഞ്ഞോ ആയിക്കോട്ടെ, കണ്ണുനീര് പോയിച്ചോ, എങ്ങനെ ആയിക്കോട്ടെ, അത് വിശ്വസിച്ച് ഇന്നേ വരെ ഒരാൾ എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക എന്താ മോളെ പ്രശ്നം, നിങ്ങൾക്കിടയിൽ എന്താണ് ഇങ്ങനെ കാര്യം, ഒരാളും ചോദിച്ചിട്ടില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആ സമയത്ത് ഞാൻ പറയില്ലേ, ജയൻ ചേട്ടൻ നല്ല കമ്പനിയായിരുന്നു. ആ സമയത്ത് പോലും ജയൻ ചേട്ടൻ എന്നെ വിളിക്കാൻ പറ്റാതായി പോയി. കാരണം ഞങ്ങളെ തമ്മിൽ വരെ ചേട്ടൻ പിണക്കമാക്കിപ്പിച്ച്. അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട്. എന്ന് വെച്ചാൽ ആദ്യത്തിന് ഒരിക്കലും ഒരു ദുഷ്ടനോ വൃത്തികെട്ടവനോ ഒന്നുമല്ല. നല്ല മനുഷ്യനായിരുന്നു. നല്ല മനുഷ്യൻ, നല്ല സ്നേഹമുള്ള ഭർത്താവ്, സ്നേഹമുള്ള അച്ഛൻ, സ്നേഹമുള്ള മകൻ. അതുകൊണ്ട് തന്നെയാണ് ഈ പിണക്കം വന്ന് ഞങ്ങൾക്ക് ഇത്രയും വർഷം ഈ പ്രശ്നത്തിന് ഡൈവേഴ്സ് മേടിച്ച് പോകുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ചേട്ടൻ നമുക്ക് പിരിയാം, ശരി. അപ്പൊ ചേട്ടൻ തമാശ ഈ ഷെഡ്യൂൾ കഴിയട്ടെ. ഞാൻ പറഞ്ഞു ശരി. ഞാൻ പറഞ്ഞു ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് എന്തായി, നീ പോയി വക്കീലിലേക്കാണ്. ഞാൻ പറഞ്ഞു എനിക്ക് വക്കീലിലേക്കാണ്, എനിക്ക് ആരെയും പരിചയമില്ല, ചേട്ടനല്ലേ വലിയ സെലിബ്രിറ്റി. എന്നാ ശരി, അടുത്ത ആഴ്ച വിട്ടെന്ന്. അതവിടെ കഴിയും. ഞങ്ങൾ ആഴ്ച ഡൈവോഴ്സ് ചെയ്യും. അത് ഒരു വാക്ക് മാത്രമായി മാറി. ജീവിതത്തിൽ ഒരു മനുഷ്യന് എന്ത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു കാര്യം മരണമല്ലേ. തീർച്ചയായിട്ടും പുള്ളിക്ക് മരിക്കണമെന്ന് എല്ലാ മനുഷ്യരെ പോലെ മരിക്കാതിരിക്കാൻ, അതായത് ചേട്ടന് ഈ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ കുറച്ച് സ്മോക്ക് ചെയ്യായിരുന്നു. നല്ലല്ലോ വലിക്കുക. അത് നോർമലി ഉള്ള മനുഷ്യൻ അത് എഴുതുമ്പം വലിക്കും. ഈ ലോകത്താരും അല്ല. അപ്പം ഈ ഇടയ്ക്ക് പോയിട്ട് ബോഡിയൊക്കെ ചെക്ക് ചെയ്യായിരുന്നു. എല്ലാ മാസവും പോയി ബോഡി ചെക്ക് ചെയ്യാം. അപ്പം അതൊരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് അപ്പം ട്രൈഗ്ലിസറൈഡ് ഉണ്ടല്ലോ, അറ്റാക്കിന് ഒരു ബോർഡറിലായി നിൽക്കുക. അതിനുശേഷം ചേട്ടൻ കംപ്ലീറ്റ് അങ്ങനെയുള്ള കുറച്ച് എന്താ പറയുക എക്സസൈസ്, ജിമ്മ്, ഹാർട്ട് അറ്റാക്ക് വരാതെ കാർഡിയാക് വർക്കൗട്ട് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന് ബോഡി നോക്കി. കാരണം എല്ലാത്തിനും ഇത് എന്താ നാച്ചുറൽ ആയിട്ട് കുറച്ച് കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ തേന് വെള്ളത്തുള്ളി ഒക്കെ ഇട്ട് കഴിക്കുമല്ലോ, വെള്ളത്തുള്ളി, തേന്, നെല്ലിക്ക, ഇതൊക്കെയാണ് പുള്ളി കഴിക്കുന്നത് ഫുള്ള്. എന്നെ വിട്ടിട്ട് മറ്റേ കാതിയിലൊക്കെ പോയിട്ട് നല്ല ഒറിജിനൽ തേൻ വാങ്ങിപ്പിക്കും. ശരീരത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങിയ സമയത്ത് അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടിയാ ചെയ്തോണ്ടിരുന്നത്. ഇതെല്ലാം ഇത് വരരുതെന്ന് പേടിച്ച, കാരണം അന്ന് ബോർഡർ ലൈനിൽ കിടന്നോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അത് വരാതിരിക്കാൻ ചെയ്തു. പക്ഷെ ഈ നെഞ്ചുവേന ഇടയ്ക്കിടയ്ക്ക് വന്നപ്പോ ഹോസ്പിറ്റലിൽ പോകത്തില്ല, പിന്നെ ചെക്ക് ചെയ്യത്തില്ല, പേടിയാ. ഹോസ്പിറ്റലിൽ ഈ ചെക്കപ്പിന് പോവാൻ ഇഷ്ടമല്ല. എന്തായാലും ആണെന്ന് അറിഞ്ഞ പിന്നെ ടെൻഷൻ ആവും. അത് വരാതിരിക്കാൻ മുൻകൂറായിട്ട് ഓരോന്നങ്ങ് ചെയ്യുക.
ഈ എത്ര പണം ഉണ്ടെങ്കിലും എത്ര വലിയ ഫെയിം ഉണ്ടെങ്കിലും ഇനി എത്ര സെലിബ്രിറ്റി ആയാലും അവനവന്റെ ഒരു രാത്രി മനസമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നില്ല ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ആ മനുഷ്യന് മനസ്സമാനായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. ഒന്നാമത് ഈ വർക്ക് പ്രഷർ. രാത്രി 10 മണിക്ക് വരും, പിന്നെ ഇരുന്ന് 1 ലൈൻ എഴുതണം, പറ്റുമെങ്കിൽ മറ്റേ സ്ക്രിപ്റ്റ് എഴുതണം, പിന്നെ 1-2 മണിക്കൂർ ഉറങ്ങണം, പിന്നെ വെളുപ്പിനെ 6 മണിക്ക് എഴുന്നേറ്റ് പോകണം. പിന്നെ ആകപ്പാടെ കിട്ടുന്ന കുറച്ച് നിമിഷങ്ങളാണ് ഞങ്ങളോടൊപ്പം ഉള്ള ചെലവഴിക്കുന്നത്. ചിലപ്പോൾ ഞാൻ വഴക്കിട്ടിട്ടുണ്ട്, ചേട്ടാ ഒരു വെക്കേഷൻ ആയിട്ട് ചേട്ടൻ എപ്പോഴും ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നാൽ മതി, നമുക്കൊന്ന് ടൂറൊക്കെ പോണ്ടേ, ഒരു ഊണും എൻ്റെ അവസ്ഥ അറിയാം. ഞാൻ പറഞ്ഞാൽ അത് പറ്റത്തില്ല ചേട്ടാ, ഒരു ദിവസം ഈ പേപ്പറും ബുക്കും ഒന്ന് മാറ്റി വെക്ക്. ഭർത്താവ് അരികിലിരിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. വർക്കുള്ള ഒരാള് ഞാനും വീട്ടിൽ തന്നെ, പിള്ളേരും സ്കൂളിൽ പോകും, അപ്പൊ നമ്മൾ ഒരുമിച്ച് പുറത്തു പോകുമ്പോൾ ഒരു സന്തോഷം, ഒരു സിനിമ കണ്ടാലും സന്തോഷം, ഹോട്ടലിൽ പോയാലും സന്തോഷം, ഇങ്ങനെ ടൂറിന് പോയിട്ടുണ്ട് ഇല്ലാന്നല്ല. പക്ഷെ സാധാരണ ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുന്ന, പക്ഷെ മരിക്കുന്നതിന്റെ വർഷം ഇങ്ങോട്ട് എൻ്റെ അടുത്തോട്ട് പറഞ്ഞു, വളരെ നമുക്ക് ഈ പ്രാവശ്യം ടൂർ പ്ലാൻ ചെയ്യാം. ഞാൻ ചേട്ടൻ തന്നെയാണോ ഈ പറയുന്നത്? അതെ, എന്റെ കുഞ്ഞുങ്ങൾക്ക് അതൊരു ഓർമ്മയായിരിക്കും. വെക്കേഷൻ സ്കൂളിൽ കഴിഞ്ഞ് പോകുമ്പോൾ ഏപ്രിൽ മെയ് മാസം ഞാൻ അപ്പൊ എവിടെ പോകണം? ഞാൻ പറഞ്ഞു ചേട്ടാ പറഞ്ഞു എന്റെ കൂട്ടുകാരൻ പറഞ്ഞു ഊട്ടിക്ക് പോകും. ഞാൻ പറഞ്ഞു ഊട്ടിയിലൊക്കെ ചെന്ന് പോകാൻ സമയമുണ്ട്, 1 ലൈൻ ഇടണ്ടേ? ഇല്ലടി പോവാം, പിള്ളേർക്ക് ഒരു സന്തോഷവും, അവർക്ക് വെക്കേഷൻ കഴിഞ്ഞിട്ട് പോയി തുറന്ന് പറയാൻ അതൊരു ഓർമ്മയായി. സത്യമായിട്ട് അതൊരു ഓർമ്മയായി. എന്തോ മനുഷ്യന്മാർക്ക് മരിക്കുന്നതിന് മുണ്ടാകുന്ന സംഭവമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് പറയത്തേ ഇല്ല. കാരണം 1 ലൈൻ്റെ തിരക്ക് കാര്യങ്ങൾ, പുള്ളി വർക്കിൽ ഭയങ്കര സ്നേഹിയ. അല്ല, മോഹൻലാൽ പണ്ട് പറയുന്ന എനിക്ക് സിനിമയാണ് എൻ്റെ ഭാര്യ എന്നൊക്കെ പറയുന്ന പോലെ. അത് അത്രയും കഷ്ടപ്പെട്ട ചേട്ടൻ വന്നത്. ഒരു സമയത്ത് രോണുവിന്റെ ഫോണിൽ അടിക്കുന്ന റിംഗ് ടോണുകൾ 1000 ആണെങ്കിൽ ഇന്ന് 2 അല്ലേ ആകെ അച്ഛനും അമ്മയും. അതെ, ഞാൻ ഇട്ടിരുന്ന പാട്ട് മറ്റേ മുന്തിരിച്ചയിലുള്ള പെണ്ണയുണ്ടല്ലോ, മറ്റേ കാവ്യ മാധവന്റെ ആ പാട്ടായിരുന്നു ചേട്ടൻ വിളിക്കുമ്പോ ഇട്ടിരുന്നത്. ഇപ്പോഴും റേഡിയോ കേൾക്കുമ്പോൾ ഒരു വിങ്ങല ഉടനെ മാവൻ പറയും, അത് കേൾക്കുന്നവർക്കൊരു തമാശ ഉണ്ട്, ഇപ്പൊ തുടങ്ങും മേട കരച്ചിലെന്ന്, കരഞ്ഞു പോരുത്. ഞാൻ കരയും, നമുക്ക് സങ്കടം വന്ന് ഞാനിപ്പോ കരയണമെന്ന് വെച്ചിട്ടല്ല ഇവിടെ വന്ന്, പക്ഷെ പറഞ്ഞു വരുമ്പോ കരയും. കാരണം അത്രമേൽ വേദനകൾ ഉണ്ട് രോണു, അല്ലെങ്കിൽ ഒരു മനുഷ്യന് അങ്ങനെ കരയാൻ പറ്റുമോ? ഉണ്ട്. ഇത് അഭിനയം എന്ന് പറയുന്നവരുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. തീർച്ചയായിട്ടും ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ എന്റെ പിറകിലിനകത്ത് മറ്റുള്ളവരുടെ പേരൊക്കെ വന്നില്ല, ഇനി എങ്ങനെ പോകുന്ന എനിക്കൊരു പേടിയില്ല, അല്ലെങ്കിൽ ഞാൻ ഭയക്കുന്നില്ല. പേടിയില്ല. എനിക്ക് കൂടുതൽ ഞാൻ എന്നെ അലട്ടുന്ന എന്താ പറയുക, ഞാൻ അത് പറഞ്ഞോണ്ട് ഇനി എന്റെ കുഞ്ഞുങ്ങൾക്കോ എന്റെ വീട്ടുകാർക്കോ ഒന്നും അത് എഫക്ട് ചെയ്തിരുന്നത് മതി. എന്നെ പറയുന്നത് എനിക്ക് ഒരു പ്രശ്നമില്ല. ഇത് ഞാൻ നടന്ന സംഭവം എനിക്കേ പറയാൻ പറ്റൂ, ഉള്ള സംഭവം. ഇന്നെങ്ങനെയാണ് ജീവിത വരുമാനങ്ങൾ? ജീവിത വരുമാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് വീട് പണിക്ക് വേണ്ടി, കാരണം അത് പ്ലാസ്റ്റർ ചെയ്തിട്ട് അത്രയും നാളത്തെ നമ്മൾ കല്ലിട്ടതും ആ നല്ല തേക്കൊക്കെ വർഷങ്ങൾ പഴക്കമുള്ളത്തേക്കിട്ട് അത് പൊടിഞ്ഞു പോകുമല്ലോ, കുറെ നാളിട്ടേക്കെന്നാണ്, 1-1.5 വർഷത്തോളം ആവുന്നു. അപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, എനിക്ക് ഇതൊന്നും ആരെയും പ്ലാസ്റ്റർ ചെയ്ത് തരണം, വേറെ ഒന്നുമല്ല, എനിക്ക് അതൊന്നും തയ്ച്ചിട്ട കുറച്ച് ആള് ആദ്യമേ മരിച്ചിട്ട്. അതിനകത്ത് ഞാൻ പറയാൻ പറഞ്ഞത്, ഫസ്റ്റ് കോൺക്രീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു 2ാം നില, അത് എന്റെ കുറച്ച് സുഹൃത്ത് ചേർന്ന് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് വെള്ളമെല്ലാം ഒഴിച്ച് പിന്നെ ഫേസ്ബുക്കിൽ ഇട്ടത്, എനിക്കതൊന്ന് പൂശി കിട്ടണം. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ചേർന്ന് സിമെന്റ് മണ്ണ് എല്ലാം എടുത്ത് തന്നു, പകുതി പൂശി. വേറെ ആൾക്ക് ഗൾഫിലുള്ള 2 പേര് വന്നിട്ട്, മെയിനായിട്ടൊരാൾ നിന്നിട്ട് പകുതി പ്ലാസ്റ്റർ ചെയ്ത് തന്നു. ഇനി എനിക്ക് ഹോളും വീടിന്റെ വെളിയിലും കൂടെ പ്ലാസ്റ്റർ ചെയ്യാനുണ്ട്, കാരണം പലരും പൈസ എങ്ങനെയൊക്കെ തരുന്നതല്ലേ. അങ്ങനെ പ്ലാസ്റ്റർ പഴുത് ഇത്ര നിൽക്കുകയാണ്. എനിക്ക് സഹായം ആവശ്യമാണ് രോണുവിന്. തീർച്ചയായിട്ടും. എനിക്ക് ഇപ്പൊ വീടെന്ന് പറയുന്നത് എന്താണെന്ന് ജനങ്ങളോട് പറഞ്ഞോ? വേണ്ട, ഒരു സഹതാപമായിട്ട് കാണല്ലേ? ഇല്ല, എനിക്ക് ആ വീട് പണിയൊന്ന് പൂർത്തിയാക്കണം. സത്യം പറഞ്ഞാൽ അത് 2200 സ്ക്വയർ ഫീറ്റ് വീടാണ്, 5 ബെഡ്റൂം, 2 അടുക്കള, ഡൈനിങ് ഹാൾ സെപ്പറേറ്റ്. ഇത് പറയുമ്പോ ആളുകൾ പറയും അവിടെ ഒരു അഹങ്കാരം. അതാണ് ഒതുങ്ങി ജീവിച്ചാ പോരെ. കമന്റ്സ് വന്ന് വേറൊരു പേജിൽ ഞാൻ കണ്ടു, വരുമാനത്തിനകത്ത് ചെലവാക്കി കൂടെയെന്ന്. ആ മനുഷ്യന് അങ്ങനെ വരുമാനം ഉണ്ടായിരുന്നു, ആ സമയത്ത് വീട് വെക്കാൻ പറ്റുമായിരുന്നു. ഇന്നത്തെ കാര്യമല്ല പറയുന്നത്. അതെ, അതാരും ചിന്തിക്കുന്നില്ല. ഇപ്പൊ ചോദിക്കാൻ എനിക്ക് എന്തിനാ, ഞാൻ ആ മനുഷ്യന്റെ ചോര എഴുതുന്നുണ്ട്, ആ മനുഷ്യന്റെ ഒരു ആഗ്രഹമുണ്ട് ഒരു ദിവസം ഇങ്ങനെ താമസിക്കണമെന്ന്. എനിക്ക് ഇപ്പോഴും ഞാൻ പറഞ്ഞ വീട് പൂശി, ഒരു അടുക്കള, ഒരു ബെഡ്റൂം, ബാത്റൂം. എനിക്ക് 5 ബെഡ്റൂം ഒന്നും വേണ്ട. ഒരു ദിവസം വാടക കൊടുക്കാതെ EMI കിടപ്പുണ്ട്, അതിന് നാളെ ബാങ്കുകാർ എപ്പോ കൊണ്ടുപോകുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഈ സംസാരത്തിലും രോണു സഹായിച്ചവരെയും പറയുന്നുണ്ട്, ചതിച്ചവരെയും പറയുന്നുണ്ട് കേട്ടോ. സഹായിച്ചവരെ മറന്നിട്ടില്ല. സഹായിച്ചവരെ എനിക്ക് മറക്കാൻ പറ്റില്ല. അതായത് ചേട്ടൻ ഉള്ള സമയത്ത് എനിക്ക് അങ്ങനെ വലിയ സഹായമൊന്നുമില്ല. എനിക്ക് ആകെപ്പാടെ ചേട്ടന്റെ ഫീൽഡ് എല്ലാവരോടും സംസാരിക്കും എന്നുള്ളൂ. ചേട്ടന്റെ മരണശേഷം എന്നെ സഹായിച്ചത് ഫസ്റ്റ് ജയൻ ചേട്ടനാണ്. ജയൻ ചേട്ടൻ മുഖേനയാണ് എനിക്ക് ഇത്രയും
കാര്യങ്ങൾ നടക്കാൻ എനിക്ക് പലരുടെ അടുത്ത് സംസാരിക്കാൻ ഇടവരുത്തി തന്നതും എന്റെ കുഞ്ഞുങ്ങളുടെ സഹായത്തിനുള്ള ഹെൽപ്പ് ജയൻ ചേട്ടൻ തന്നെയാണ്. ജയൻ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രട്ടേണിറ്റിയുടെ ചേട്ടൻ മരിച്ച ശേഷം കിട്ടാനുള്ള സഹായത്തിന് വേണ്ടി ജയൻ ചേട്ടൻ എന്നോട് പറഞ്ഞു, ജീജ ചേച്ചി വിളിക്കൂ, ജീജ സുരേന്ദ്ര ചേച്ചി എല്ലാ ഹെൽപ്പും ചെയ്തു തരികയും ചെയ്തു. വാടക എനിക്ക് റെഡിയാക്കി തന്നു, എല്ലാം നേരത്തെ ആക്കി തന്നു. പിന്നെ ഈ പോസ്റ്റ് ഇട്ടപ്പോ ആ ചേച്ചിക്ക് ഒരു ചെറിയൊരു പിണക്കം വന്നു. അതായത് അത് കണ്ടു, തീർത്തു. ഞാൻ മെസ്സേജ് വായിച്ചു. കാരണം ഞാൻ ആ പോസ്റ്റിൽ ഇട്ടത്, ഞാൻ അതിന് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടപ്പം ചേട്ടന്റെ ഒരു സുഹൃത്ത്, ഞങ്ങൾ കല്യാണം നടത്തുന്ന സുഹൃത്ത്, ഞാൻ പറഞ്ഞു, ചേട്ടാ എന്തുകൊണ്ടാണ് ചേട്ടൻ എന്റെ ഒന്നുമില്ല, ഷെജിയേട്ടന്റെ മക്കളല്ലേ, പുള്ളിക്ക് ഷെജിയേട്ടനാണ്, ഷെജിയേട്ടന്റെ മക്കളല്ലേ, ഒന്ന് വിളിച്ചാൽ തിരക്കിക്കൂടെ? അപ്പൊ അങ്ങനെ എന്തോ പറഞ്ഞപ്പോ അവസാനം പറഞ്ഞു, ഷെജിയേട്ടന്റെ മക്കൾ വേണമെങ്കിൽ എന്റെ അടുത്തോട്ട് വരട്ടെ, അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ. എനിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ എന്റെ മക്കൾ തെണ്ടി തിന്നേണ്ട ആവശ്യമില്ല. ആ പോസ്റ്റിന് താഴെ ഞാൻ അതാ ഇട്ടത്, എന്റെ മക്കളെ ഞാൻ തെണ്ടിയാലും, ഇങ്ങനെ ഇട്ടിട്ടുണ്ട് പോസ്റ്റില്, ഞാൻ തെണ്ടിയാലും എന്റെ മക്കളെ ഒരാളുടെ മുമ്പിൽ കൈ നീട്ടാൻ ഞാൻ വിടത്തില്ല. അപ്പം അവിടെ നെഗറ്റീവ് വന്നു, ചിന്തിച്ചത് സഹായിച്ചവരെയൊക്കെ ഞാൻ മറന്നുപോയെന്നാ. അതാണ് ചേച്ചി, 1-2 പേർക്ക് എനിക്ക് കുഞ്ഞുങ്ങൾക്ക് ബാഗ് സ്പോൺസർ ചെയ്ത ഒരു സാറുണ്ട്, FB-യിലെ ഒരു പോലീസുകാരനാണ്. അപ്പൊ അവരൊക്കെ എന്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു, എന്തായാലും നമ്മൾ. അപ്പൊ ഞാൻ സോറി, ഞാൻ നിങ്ങളെ ഒന്നുമല്ല, എനിക്ക് നിങ്ങൾ സഹായിച്ചതെന്ന് വെച്ചാൽ എന്നെ സഹായിച്ചാൽ എന്റെ മക്കൾക്ക് വേണ്ടിയാ സഹായിച്ചത്. അതിൽ ഇന്ന് ഞാൻ സോറി ചോദിക്കുകയാണ്. സത്യത്തിൽ ഇതാണ്. വേറൊരു കമന്റ് വന്നു, അണ്ണന്റെ മക്കൾ വേണമെങ്കിൽ എന്റെ അടുത്തോട്ട് വരട്ടെ, അവർക്ക് വേണ്ടതാ ഞാൻ കൊടുത്തോളാന്ന്. അവർക്ക് വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ട് ചേച്ചി. ഞാൻ തെണ്ടിയാലും എന്റെ മക്കളെ, ആദിത്യന്റെ ഷെജിയുടെ മക്കളെ ഞാൻ കൈനീട്ടാൻ അനുവദിക്കത്തില്ല. എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ നോക്കും. അതാണ് ഉദ്ദേശിച്ചത്, അതാണ് സത്യം. മരണസമയത്ത് ഒരുപാട് ആൾക്കാർ വന്ന് കരച്ചിലായിരുന്നല്ലോ. കരയും, എല്ലാവരും കരയും. മരിക്കുന്നതിന്റെ ഡെഡ് ബോഡി കിടക്കും ഹോസ്പിറ്റലിൽ എന്നിട്ട് TS അജി വന്ന് പറഞ്ഞല്ലോ, എന്നെ കുറ്റം പറഞ്ഞെന്ന് കേട്ടവര് പറഞ്ഞു. ഇവർക്കൊക്കെ എന്തിനാ കുറ്റം പറയും? ഇവരെല്ലാം കണ്ടോ? കുറച്ച് കാര്യങ്ങൾ ആ ഒരു സൈഡ് മാത്രം കേട്ടിട്ടാണ് എല്ലാ പ്രതികരണവും. ആരും ഇന്നേ വരെ എന്താന്ന് ചോദിച്ചെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റില്ല. അല്ല, എല്ലാ ആൾക്കാരുടെ അടുത്തും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി തുറന്ന് ചോദിക്കുക. അല്ലാതെ ഒരു സൈഡ് കേട്ടിട്ട് ഒരാളെ ഒരിക്കലും വില ഇരുത്തരുത്. അപ്പൊ ഞാനിത് പറയുന്നിട്ടുണ്ട്, ഇനിയിപ്പോ വേറെ നിങ്ങൾക്ക് പറയാം എന്തെങ്കിലുമൊക്കെ, എനിക്കൊരു പ്രശ്നമില്ല. ഒരു അഹങ്കാരമല്ല, കാരണം ഞാനിപ്പോ ജീവിക്കുന്നത് അങ്ങനെയാണ്. ഈ മാനസിക സംഘർഷം എനിക്ക് മാത്രം, എന്നെ പോലുള്ള ചില ഭാര്യമാർക്കും അമ്മമാർക്കും ആയിരിക്കും. ഒരുപക്ഷെ ഞാനൊരു സംവിധായകന്റെ ഭാര്യ ആയതുകൊണ്ടായിരിക്കും മേ ബി എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഇപ്പൊ എനിക്ക് നിസ്സാരമായി. കാരണം ലൈഫാണ്, ഇത് അനുഭവിച്ചേ പറ്റും. അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും അനുഭവിക്കുകയല്ലേ, ജീവിക്കാൻ സമ്മതിക്കില്ല. എന്റെ തൊഴിലിനെ തന്നെ ഈ കൂടെ നിന്നവരാണ് മുടക്കുന്നത്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കുഴപ്പമില്ലാതെ ഞാൻ കഴിഞ്ഞുകൊണ്ടിരുന്ന ഈ വീടിന്റെ EMI അടച്ച്, ബജാജിന്റെ ലോൺ അടച്ചു. അതായത് രോണു പറയുന്നത് ഇന്നും ഇവര് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. വീട് വെക്കാൻ വന്നവരെ പോലും ഇവര് ഇതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു വീട് വെച്ച് തരാന്ന് പറഞ്ഞത് പോലും ഇപ്പൊ എന്നോട് ഈ മിണ്ടിക്കൊണ്ടിരുന്ന ചേച്ചി എന്നോട് മിണ്ടായതായതുപോലെ എനിക്ക് തോന്നുന്നു. എന്നിട്ട് പറയുന്നത് എനിക്ക് ചെലവിന് തരുന്ന ഇവരാണെന്ന്. ഈ പറഞ്ഞ ചേട്ടന്റെ കൂടെ ഉള്ള വ്യക്തി. ഇതെനിക്ക് അംഗീകരിക്കേണ്ട കാര്യമില്ല. എനിക്ക് ചേട്ടന്റെ കുടുംബത്തിൽ നിന്ന് ഒരു ബന്ധവുമില്ല ആരുമായിട്ടും. അതെന്താ? ആദിത്യം പോയില്ലേ? ഒന്നെനിക്കിപ്പോ പറയാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല. ചേട്ടൻ ഒരു മുസ്ലിം ആയിരുന്നു. ഞങ്ങൾ സംസാരിക്കാൻ ഹിന്ദുവായിട്ടും ചേട്ടൻ അമ്പലത്തിൽ പോകുന്ന വിശ്വാസിയായിരുന്നു. ചേട്ടൻ ആകപ്പാടെ എന്റെ കല്യാണത്തിന് ശേഷം ഞാൻ അറിയുന്നത് അത്തയുടെ അമ്മയുടെ മരണത്തിന് പാത്രപ്പള്ളി പോയിക്കുന്നത്. അപ്പൊ ഒരു സമയത്ത് ഞാൻ സംസാരിച്ചു, ചേട്ടന്റെ മരണം വരുമ്പോ ചേട്ടന്റെ ആചാരപ്രകാരമാണ് എന്റെ ആഗ്രഹപ്രകാരം, അത് ഹിന്ദു ആചാരപ്രകാരമാണെന്ന് ചോദിച്ചു. അതാ നീ ഇപ്പൊ അങ്ങനെ വെച്ചേ? ഞാൻ പറഞ്ഞു, ചേട്ടാ ഭാവിയിൽ വയസ്സാങ്കാലത്ത് ഒരു വഴക്ക് വേണ്ട. കാരണം ചേട്ടന്റെ അച്ഛനും അമ്മയുടെ മരണ സമയത്ത് എനിക്ക് തലയിൽ തട്ടമിട്ട് പൊട്ടൂരി ഞാൻ നിന്നിട്ടുണ്ട്. ചേട്ടൻ മതം മാറാൻ പറഞ്ഞിട്ടില്ല, അവിടെ വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ പറയും, എനിക്ക് പ്രശ്നമില്ലാത്തടത്തോളം കാലം നീ അതിനകത്ത് പറയിട്ട് ചെയ്യേണ്ട കാര്യമില്ല, നീ ഹിന്ദുവായിട്ട് ജനിച്ചോ, അങ്ങനെ തന്നെ. ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് നിങ്ങളുടെ ആചാരപ്രകാരം നടത്തിയാൽ മതി. അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞപ്പം ചേട്ടൻ്റെ അനിയൻ പറഞ്ഞു, ഇവിടെ തന്നെ അടക്കണം പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു പറ്റൂല. രഞ്ജിത്ത് തന്നെ വന്ന് ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, എനിക്ക് നാട്ടിൽ കൊണ്ടുപോകണം, നാട് കൊല്ലമാണ്, വേറെ ബന്ധുക്കളൊന്നുമില്ല, എൻ്റെ ബന്ധുക്കളാണ് കൂടുതലുള്ളത്. അങ്ങനെ കൊണ്ടുവന്ന് ചേട്ടനെ ഞാൻ നമ്മൾ ആചാരപ്രകാരം ദഹിപ്പിച്ചു. അത് അവർക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. കാരണം ഇത് ഞങ്ങൾ ഭാര്യ ഭർത്താവ് സംസാരിച്ചതിന്റെ കാര്യങ്ങൾ അത് നമുക്കേ അറിയൂ. അതിനി അവരോട് പറഞ്ഞ കള്ളം പറഞ്ഞെന്ന് പറയും. മറ്റൊരു ലേഡി ഇപ്പൊ കിടന്ന ആ ഒരു കാര്യത്തിൽ അനുഭവിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ എന്തൊക്കെ പേരിലാണ് രോണുവിന് ശത്രുതയുള്ളത്? നീ ഒരു കള്ളിയാണ്, ഭർത്താവിനെ നോക്കാത്തവളാണ്, ഭർത്താവിനെ ടോർച്ചർ ചെയ്തു, ഭർത്താവിനെ തല്ലി,
മദ്യപാനി, ഭ്രാന്തി, സംശയരോഗി, ഒരു ഭാര്യയ്ക്ക് ഇതിലേക്കുള്ള എന്തോ വേണ്ടേ? ഇത്ര അംഗീകാരം കിട്ടി. ഇതിൽ ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഭ്രാന്തിയല്ല ഞാൻ ആക്കിയതാ. എന്താ വെച്ചാൽ മെന്റൽ പേഷ്യന്റ് എന്നല്ല. ഇവര് ഡോക്ടറിന് പൈസ കൊടുത്തിട്ട് എന്നെ അവിടെ വെളിയിരുത്തിയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് നിനക്ക് വട്ടാടി, നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നവർ ശരി, ഇങ്ങനെ വട്ടെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ദേഷ്യം വരും. ഞാൻ പറഞ്ഞു ഞാൻ വരാം. കൂടെ വന്ന വ്യക്തി ഒരു 10 മിനിറ്റ് ഡോക്ടറിന്റെ അടുത്ത് സംസാരിച്ചിട്ടാണ് വരുന്നത്. ഈ ചില ആളുകൾ വിചാരിച്ച് നമ്മളെ വട്ടറാക്കാൻ പറ്റുമല്ലേ? നമ്മളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ചും കൂടി ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് നോർമലി ഉള്ള മനുഷ്യൻ വട്ട് വരും. ആ സിറ്റുവേഷൻ മാത്രം. വെറുതെ ഇരിക്കുന്ന മനുഷ്യനെ പോയി ചൊറിഞ്ഞ ദേഷ്യം വരില്ലേ? ആ ഒരു ദേഷ്യം വന്ന് അതൊരു വലിയ വിഷയത്തിലേക്കാകുമ്പോ എന്റെ വായിൽ നിന്നൊന്നും പുറത്തു പോകരുത്. ഈ വഴക്കിന്റെ വിഷയങ്ങൾ ഞാൻ പുറത്തു പോകാതിരിക്കണമെങ്കിൽ എന്നെ ഈ സൈഡിൽ ഇങ്ങനെ ഒതുക്കിയേ പറ്റും. അതായത് ഇങ്ങനെ പറഞ്ഞു വെച്ചിരുന്നല്ല ഞാൻ ഭ്രാന്തിയാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന ഭ്രാന്തത്തരം എല്ലാം വിളിച്ചു പറയുന്നത്. ഇത് കേൾക്കുന്നവർക്കൊക്കെ അവള് വട്ടാണ്, അവൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു തരും. ഈ മിണ്ടാതെ വാ പൂട്ടി ഇരുന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നല്ലേ? എല്ലാം കണ്ണടച്ച് വിട്ടിരുന്നെങ്കിൽ. പ്രതികരിച്ചാൽ ശത്രുക്കൾ ഉണ്ടാവും. രോണു ഒന്നേ പറയുള്ളൂ, കാലഘട്ടം തെളിയട്ടെ. തീർച്ചയായിട്ടും മുന്നോട്ടുള്ള ജീവിതത്തില് മക്കൾക്കും രോണുവിനും നല്ല സന്തോഷകരമായ ഒരു വീടും സാമ്പത്തികമായിട്ടും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.